ശക്തമായ മഴ മുന്നറിയിപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് എന്താണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകൾ? മഴക്കെടുതികളൊക്കെ മലയോര മേഖലയിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ് പൂർത്തിയാകുമ്പോൾ തലസ്ഥാനത്ത് എന്തെല്ലാം പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? മറ്റെന്തെല്ലാം വാർത്തകൾ പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും? രേഷ്മ, ഗുഡ് മോർണിംഗ്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഴയാണ്. മഴ സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ഈ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. പക്ഷേ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് മാത്രമേ, യെല്ലോ അലർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിശക്തമായിട്ടുള്ള മഴ ഈ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ തുടരും എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ഈ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാറ്റിന്റെ വേഗത, ശക്തി കൂടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പും എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയെന്നും നമുക്ക് ഈ മുന്നറിയിപ്പ് വെച്ച് കണക്കിലെടുക്കാൻ സാധിക്കും. എന്തായാലും തെക്കോട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലവും ഒക്കെ തന്നെ വലിയ തോതിൽ മഴയില്ലെങ്കിൽ പോലും ഒരു യെല്ലോ അലർട്ടിന് വേണ്ടത്ര മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ തന്നെ ഒരു മൂടിയ അന്തരീക്ഷം ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, രേഷ്മ ചോദിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികളാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് പലയിടങ്ങളിലായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുസ്മരണ പരിപാടികൾ നടക്കുക കോട്ടയത്താണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തൊക്കെ തന്നെ. അതുകൊണ്ട് KPCC ആസ്ഥാനത്തും DCC ആസ്ഥാനത്തും ഒക്കെ തന്നെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു വർഷം കേരളവും കേരള രാഷ്ട്രീയവും ഉമ്മൻചാണ്ടി ഇല്ലാതെ കടന്നു പോകുന്നു എന്നുള്ള ഒരു തോന്നലൊന്നും എന്തായാലും കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ കേരളത്തിനോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കാൻ, അനുസ്മരിക്കാനൊക്കെ വേണ്ടിയുള്ള ചില വേദികൾ കൂടിയാവുകയാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികൾ. എന്തായാലും ഈ DCCയിലും KPCCയിലുമുള്ള പരിപാടികൾ കൂടാതെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും പല സമയങ്ങളിലായി പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടികൾ കൂടി തലസ്ഥാനത്തുണ്ട്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആമയിഴഞ്ചാൻ തോട് അപകടമാണ്. ഇതിന്റെ മാലിന്യ നീക്കം വലിയ തോതിൽ വിഷയമായിരിക്കുകയാണ്. ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് വന്നിട്ടില്ല. 6 മാസത്തിനുള്ളിൽ മാലിന്യം നീക്കുമെന്ന് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞെങ്കിൽ പോലും അതിന്റെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ ബന്ധപ്പെട്ട MLA മാർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. ഓൺലൈനായിട്ട് 11:30-ക്കാണ് യോഗം ചേരുക. മറ്റൊന്ന്, KM ബഷീറിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും എന്നുള്ളത് കൂടിയാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വാർത്തകൾ.